നമസ്കാരം. ദിവസേന നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വാർത്ത, അതായത് ശബരിമല കേസ്. ദിവസവും എന്തായി അന്വേഷണം എന്തായി, ഇന്നത്തെ റിപ്പോർട്ട് എന്തായി എന്ന് നമ്മൾ കാത്തിരിക്കും. അടുത്തതാരാണ് പിടിക്കപ്പെടുന്നത്? ഇങ്ങനെ നമ്മൾ നിത്യേന ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം. എന്ത് സംഭവം? മുരാരി ബാബുവിന് ജാമ്യം കിട്ടി. അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടാൻ കാരണം? സമയബന്ധിതമായി 90 അങ്ങനെ എന്തോ ദിവസമുണ്ടല്ലോ. അതായത് കുറ്റപത്രം സമർപ്പിച്ചില്ല. സമയബന്ധിതമായി സമർപ്പിക്കേണ്ട കേസാണ്, പോലീസ് സമർപ്പിക്കേണ്ട കേസാണ്. എന്തുകൊണ്ടത് സമർപ്പിച്ചില്ല? നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഇവിടെ ആരൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ഒരു കളിയുടെ ഭാഗമല്ലേ ഇതൊക്കെ? ആ കൃത്യസമയത്ത് തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമായിരുന്നോ? ഇല്ല. നിയമവ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിങ്ങനെ റിമാൻഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ ഇത്ര ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാം. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. തീർത്തും അതൊരു ചതിയല്ലേ? രക്ഷപ്പെടുത്താനുള്ള ഒരു രീതിയിൽ എവിടെ കാണിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിവൊക്കെ അദ്ദേഹത്തിന് എതിരായത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് എന്തുകൊണ്ടൊരു റിപ്പോർട്ടുണ്ട്, കോടതി പറഞ്ഞിട്ടുണ്ട് ഭാഗികമായി പോലും റിപ്പോർട്ട് സമർപ്പിച്ചില്ലെന്ന്. അതെന്തുകൊണ്ട്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അന്വേഷണം നടക്കുകയല്ലേ? അപ്പം ആദ്യം പിടിക്കപ്പെടും ഈ പറഞ്ഞ ഭാഗികമായെങ്കിലും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ ബാക്കി അന്വേഷിക്കട്ടെ. അദ്ദേഹം കുറ്റം തെളിഞ്ഞിട്ടില്ല, പിന്നീട് ഇറങ്ങാമല്ലോ. ഇപ്പം തെളിവെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അറസ്റ്റ് നടന്നത്. ഇപ്പം നോക്കിക്കോളൂ, ഇനി ഓരോരുത്തരും ഈ പിടിക്കപ്പെട്ട ഓരോരുത്തരും പുറത്തിറങ്ങും. കാരണം ഇത് പല ഉന്നതങ്ങളിലോട്ട് പിടിക്കപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും മാത്രമല്ല, അതിന് മേളിൽ ആൾക്കാരുണ്ട്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം. അത് ഈ രീതിയിലൊക്കെ പല ഉഴപ്പിയാൽ, അവരെയൊക്കെ വെറുതെ വിട്ടാൽ കേസ് ഓട്ടോമാറ്റിക്കായിട്ട് താണു പോവും. എല്ലാവരും രക്ഷപ്പെടും. 1 or 2 പേരിലോ ആക്കി ഇത് കേസ് ഒതുക്കും. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് കേസങ്ങ് ഒതുക്കും. അതിൻ്റെ ബാക്കിലെ ചരട് വരികൾ ആരും പിടിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇനി അവരുടെ അന്വേഷണം ഏത് വഴിക്കാൻ പോകുന്നു. പക്ഷെ അത് ഒരു പ്രതീക്ഷയുണ്ട്. അതൊന്നും ആരുടെയും പെട്ടെന്ന് സ്വാധീനത്തിൽ വഴങ്ങുന്ന സംവിധാനമല്ല. അവിടെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഈ ഒരു അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലായിരുന്നിട്ട് പോലും എന്തേ കുറ്റപത്രം സമർപ്പിക്കാത്തത്? മനസ്സിലാകുന്നില്ല എനിക്ക്. അടിവരായിട്ട് പറയുന്നുണ്ട് ഭാഗികമായി പോലും സമർപ്പിച്ചിട്ടില്ലെന്ന്. അത് എന്തുകൊണ്ട് സമർപ്പിക്കാൻ പറ്റുന്നില്ല? ഇത്രയും ദിവസമായില്ലേ? 10-90 ദിവസമായില്ലേ? ഉറപ്പാണ് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചരട് വരികളുണ്ട്. ശബരിമല അയ്യപ്പന് പോലും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു നിയമ സംവിധാനം! നമ്മളൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം. ആ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുമോ എന്തോ ദൈവത്തിനറിയാം.